കുട്ടികളുള്ള വീട്ടിൽ വളരെ അത്യാവശ്യമായി ഉണ്ടാക്കി വെക്കേണ്ട ഒരു ലേഹ്യമാണ് ഇത്. വയറുവേദന, അസിഡിറ്റി, ദഹനക്കുറവ്, ഗ്യാസ് പ്രശ്നം, ഇങ്ങനെ പല പ്രശ്നങ്ങൾ കുട്ടികൾ പറയുമ്പം ഈ ലേഹ്യത്തിൽ 1 ടീസ്പൂൺ വീതം അന്നേരം എടുത്തു കൊടുക്കുക. പെട്ടെന്ന് ഒരാശ്വാസം കിട്ടും. നെഞ്ചരിച്ചിലും ഗ്യാസ് പ്രശ്നവും ഒക്കെയുള്ള മുതിർന്നവർക്കും ഇത് ഉപയോഗിക്കാം. നമസ്കാരം, ഞാൻ സോഫി കുര്യാക്കോസ്. എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സിമ്പിളായ ലേഹ്യം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിൻ്റെ ചേരുവകളും കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 200 ഗ്രാം ചെറിയ ജീരകമാണ് എടുത്തിരിക്കുന്നത്. ഇത് കഴുകി ഉണങ്ങിയെടുക്കണം. മധുരത്തിന് 350 ഗ്രാം പനഞ്ചക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇത് പാംജാഗരി എന്നും പറഞ്ഞ് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് ഉരുക്കിയെടുക്കണം. 150 ഗ്രാം ബദാം, 150 ഗ്രാം കാഷ്യൂനട്ട്, തേങ്ങാപ്പാൽ, ഇത് 1-ാം പാല്, 1/2 കപ്പ് 1-ാം പാലും 1/4 കപ്പ് 2-ാം പാലും, നെയ്യ്, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 4 ഏലക്ക. ജീരകവും കശുവണ്ടിയും ബദാമും എല്ലാം ഒന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഒന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. അതിന് ചൂടായ പാനിലേക്ക് ആദ്യമേ നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇത് കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം. ഇത് പൊട്ടാൻ തുടങ്ങുന്നതാണ് ഇതിൻ്റെ പാകം. ഏലക്ക ഞാൻ അതിൻ്റെ അരി മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഈ ചെറിയ കഷ്ണം പട്ടയും കൂടെ കൂടി ഈ ജീരകത്തിൻ്റെ കൂടെ ഇട്ട് വറുത്തെടുക്കാം. ഇപ്പം ജീരകം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് ബദാം ചേർക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വറുത്തെടുക്കാം. ഇതുപോലെ മൂത്ത് തൊലിയിലൊന്ന് ഒരു കറുപ്പ് കയറി വരണം. അതാണ് പാകം. ഇനി നമുക്ക് ഇതും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് കാഷ്യൂനട്ട് ചേർക്കാം. ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുത്താൽ മതി. കാഷ്യൂനട്ടും മൂത്തിട്ടുണ്ട്. ഇത് കണ്ട് അല്പം കറുപ്പ് കയറി വരണം. അത്രയും മതി. നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ജീരകം ചൂടാറിയിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ജീരകം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ബദാം ഒന്ന് പൊടിച്ചെടുക്കാം. ബദാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫൈൻ പൊടിയാക്കണമെന്നില്ല, ഇതുപോലെ പൊടിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ അകത്ത് പൊടിയാതെ കിടക്കുന്ന ഇതുപോലെ കിടക്കുന്നതുണ്ടല്ലോ, അത് നമുക്ക് കാഷ്യൂനട്ട് അടിക്കുന്ന കൂടെ ഒന്നോടെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി കാഷ്യൂനട്ടും ഒന്ന് പൊടിച്ചെടുക്കാം. ഇതും തീരെ പൊടിയായിട്ട് പൊടിക്കണ്ട, തനി പൊടിയാക്കണ്ട, ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ അങ്ങനെ പൊടിച്ചെടുത്താൽ മതി. കാഷ്യൂനട്ട് ഇതുപോലെ അല്പം തൈരോട് കൂടിയാണ് പൊടിച്ചിരിക്കുന്നത്. അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഉരുക്കി വെച്ചിരിക്കുന്ന പനഞ്ചക്കര നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം തീ ഓണാക്കിയിട്ടില്ല. അതിലേക്ക് ജീരകം പൊടിച്ചത് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തീ ഓണാക്കി കഴിഞ്ഞാൽ നമ്മളിത് മിക്സ് ചെയ്യുന്നത് ചിലപ്പം കട്ട പിടിച്ചിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ജീരകം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ബദാം പൊടിച്ചത് ചേർക്കാം. ബദാം പൊടിക്കുമ്പം തീരെ അങ്ങ് പൊടിഞ്ഞു പോകണ്ട. 1-2 എണ്ണമൊക്കെ കടിക്കാൻ കിട്ടുന്നത് പോലെ കിടന്നാലും കുഴപ്പമില്ല. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ട് പൊടിച്ചത് ചേർക്കാം. ഇതിലേക്ക് തേങ്ങയുടെ 2-ാം പാല് ചേർക്കാം.
ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓണാക്കാം. ഇത് ആദ്യമേ ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇത് പതുക്കെ ഇളക്കി ചൂടായി ഒന്ന് വന്നാൽ മതി. ഇതിൻ്റെ അകത്ത് ഒത്തിരി വെള്ളമൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം പറ്റി കരിഞ്ഞു പോകും. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. ഇത് പശുവിൻ നെയ്യാണ്. ഇതിൻ്റെ അകത്ത് പശുവിൻ നെയ്യ് തന്നെ ചേർക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. ഇത് ഒരു പ്രസവരക്ഷാ മരുന്നാണ്. പ്രസവാനന്തര കാലത്തും ഈ മരുന്നിന് നല്ലൊരു ഉപയോഗമുണ്ട്. മുലയൂട്ടുന്ന അമ്മമാർക്കും ഇത് ഏറ്റവും ഫലപ്രദമാണ്. ചക്കര ഉരുക്കുന്ന സമയത്ത് വെള്ളം കുറച്ച് ഉരുക്കിയെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ വെള്ളം എല്ലാം വറ്റിച്ചെടുക്കണം. ഇതിൻ്റെ അകത്ത് വെള്ളമായി ഒട്ടും കാണരുത്. അവസാനം നെയ്യാണ് ഇതിൻ്റെ അകത്ത് കാണേണ്ടത്, അല്ലെങ്കിൽ ഇതിനകത്ത് പൂപ്പൽ കയറിപ്പോവും. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ മിക്സ് ചെയ്ത് വെള്ളമയം വറ്റിച്ചെടുക്കണം. ലേഹ്യമൊക്കെ ഉണ്ടാക്കുമ്പം കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ ശർക്കരയിലെ വെള്ളം വറ്റിയിട്ടുണ്ട്, കണ്ടോ? അടി നല്ലവണ്ണം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങയുടെ 1/4 പാല് ചേർക്കാം. മിക്സ് ചെയ്യണം. ഇതും ലോ ഫ്ലെയിമിൽ തന്നെയാണ്. ഇപ്പം ഒഴിച്ച തേങ്ങാപ്പാലിലെ വെള്ളവും വറ്റി വരണം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. അപ്പം ഇതിലേക്ക് 3 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇത് പ്രസവരക്ഷാ മരുന്നായിട്ട് ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അമ്മമാർക്ക് മുലപ്പാൽ ഉണ്ടാകാനായിട്ട് നല്ലൊരു മരുന്നാണിത്. ഇത് സ്ഥിരമായിട്ട് നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാം. അല്ലാതെ ഏത് ലേഖ്യം കഴിച്ചാലും അതിൻ്റെ കൂടെയാണെങ്കിലും ഈ ലേഖ്യം കഴിക്കാവുന്നതാണ്. അതുപോലെ ഗർഭപാത്രം ചുരുങ്ങാനും ഒക്കെ നല്ലതാണ് ഈ ജീരകലേഖ്യം. അതുകൊണ്ട് പ്രസവിച്ച് കിടക്കുന്നവർ ആദ്യമേ മുതലേ ഈ മരുന്ന് കഴിക്കാൻ നോക്കുക. ഇത് നന്നായിട്ട് ഇനി ഒത്തിരി അങ്ങോട്ട് മുറുകി പോകരുത്, കാരണം നമുക്ക് സ്പൂണ് കൊണ്ട് കോരി എടുക്കേണ്ടതാണ്. അങ്ങനെ മുറുകി പോകുവാണെങ്കിൽ വീണ്ടും അതിൻ്റെ അകത്തോട്ട് തേങ്ങാപ്പാൽ മാത്രം 1/4 പാല് മാത്രം ചേർത്ത് അയച്ചെടുക്കണം. ഇതുപോലെ അയഞ്ഞു വരണം, എന്നെങ്കിലേ നമുക്കിത് കഴിക്കാൻ പറ്റുള്ളൂ. നെയ്യ് മുകളിലേക്ക് തെളിഞ്ഞു വരാൻ തുടങ്ങി. തേങ്ങാപ്പാലിനകത്ത എണ്ണയും പശുവിൻ നെയ്യും കൂടെ ചേർത്തത് നന്നായിട്ട് മുറുകി വരാൻ തുടങ്ങി, കണ്ടോ? ഇതിൻ്റെ അടിയിലൊക്കെ ഇപ്പം നെയ്യാണ് ഉരുകി വരുന്നത്. ഇത് പാകമായി വരുന്നു. ഇതിൻ്റെ പാകം എങ്ങനെയാണ് നോക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ വടിക്കുമല്ലോ, ഇങ്ങനെ അങ്ങോട്ട് വടിച്ചു കഴിയുമ്പോൾ പതുക്കെ ഇത് കൂടി വരാവുള്ളൂ, കണ്ടോ? അതാണ് വെള്ളം വറ്റി എന്നുള്ള അർത്ഥം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഈ അയവിലാണ് ഇതിരിക്കേണ്ടത്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ലേഹ്യം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് കുപ്പിയിലാക്കാം. ഇതുപോലെ ചില്ല് കുപ്പിയിലാക്കി ഇത് സൂക്ഷിച്ച് വെക്കാം. ഇത് ഒരാഴ്ചയിൽ കൂടുതൽ പുറത്തിരിക്കുകയില്ല. അത് കഴിയുമ്പോഴത്തേക്കും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇത് ദിവസം 2 നേരം കഴിക്കാം, 1 ടീസ്പൂൺ വീതം ആഹാരത്തിന് ശേഷം. പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്കോ മുതിർന്നവർക്കോ ഒക്കെ ഒരു ഗ്യാസിൻ്റെ എന്തെങ്കിലും പ്രശ്നം വയറ്റിൽ തോന്നിയാൽ അന്നേരം ഇത് 1 ടീസ്പൂൺ കഴിക്കാം. വളരെ പെട്ടെന്ന് നല്ല ആശ്വാസം കിട്ടും. ഇത് ഒരാഴ്ചയിൽ കൂടുതൽ പുറത്തിരിക്കുകയില്ലെന്ന് പറഞ്ഞത് നമ്മൾ വീട്ടിൽ തന്നെ യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. ഈ ലേഹ്യം ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റുന്നവരെല്ലാം ഉണ്ടാക്കി വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു വീട്ടിൽ വളരെ അത്യാവശ്യമുള്ള ഒന്നാണ്.
എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.